അസീം മുനീർ എയറിലാണ്. അങ്ങനെ എയറിലാവാനായിട്ട് നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. പാകിസ്ഥാൻ ജനത ഇദ്ദേഹത്തെ കൊണ്ട് യഥാർത്ഥത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ നമ്മളെ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ച് തരുന്നത്. ചെറിയൊരു കൈപ്പിഴ ഒരു പ്രസംഗവേദിയിൽ ഈ അസീം മുനീറിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ എന്താണ്? അത്തരം കാര്യങ്ങൾ പാകിസ്ഥാൻ്റെ യഥാർത്ഥത്തിലുള്ള ചില അവസ്ഥകളെയും സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ജീവിക്കാൻ പറ്റാത്ത അഭ്യസ്തരായി തൊഴിൽ അന്വേഷിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഡിഗ്രി അടക്കം എടുത്തിട്ടുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾക്ക് പാകിസ്ഥാനിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ? ഗൗതമേ, ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില രാജ്യങ്ങൾ, ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ സർക്കാരിന്റെ അടക്കം വിവിധ പ്രോത്സാഹന പദ്ധതികളുടെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഫീസ് ഇളവടക്കം നൽകിക്കൊണ്ടാണ് പല സ്ഥാപനങ്ങളും ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നൽകുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ MBBS, എഞ്ചിനീയറിംഗ് അതേപോലുള്ള കോഴ്സുകളിലടക്കം പാകിസ്ഥാനിൽ അത് തന്നെയാണ് അവസ്ഥ. സർക്കാർ പല രീതിയിലുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. അങ്ങനെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയ പലരും അവര് ജോലിക്ക് വേണ്ടിയിട്ട്, ഉപജീവനത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ രാജ്യത്തിന്റെ സമ്പത്ത് വിനിയോഗിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകി അവർ ഒരു പ്രൊഫഷണൽ രംഗത്തേക്ക് അവരുടെ കർമ്മശേഷി ആ രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ പര്യാപ്തമാകുന്ന അവസ്ഥയിൽ എത്തുമ്പോൾ അവർ ആ രാജ്യം ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോകും, അവരുടെ സ്വകാര്യമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു അവസ്ഥയെ നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്നാണ് വിശേഷിപ്പിക്കുക. അതായത് തലച്ചോറ് വറ്റിപ്പോകുന്ന അവസ്ഥ, രാജ്യത്തിന്റെ ബുദ്ധിയും ശേഷിയും ഒക്കെ ഇല്ലാണ്ടാകുന്ന അവസ്ഥ. പക്ഷെ അസീം മുനീർ ഒരു പ്രസംഗ വേദിയിൽ ഈ ബ്രെയിൻ ഡ്രെയിനെ അദ്ദേഹം അബദ്ധവശാൽ ബ്രെയിൻ ഗെയിൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അത് കുറച്ചു കാലം മുമ്പുള്ള ഒരു പ്രയോഗമാണ്. പക്ഷെ ആ വൈറൽ കട്ട് ഇപ്പോ എടുത്തു വെച്ച് അസീം മുനീറിനെ എയറിലാക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ കാരണം ചില കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച്. അത് എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട്, അവരാണ് ഈ വാർത്ത ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടേക്കുന്നത്. ഈ സാമ്പത്തിക വർഷം പാകിസ്ഥാനിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലി തേടിപ്പോയ ഡോക്ടർമാരുടെ എണ്ണം 5000 കൂടാതെ 11,000 എഞ്ചിനീയർമാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. അക്കൗണ്ടന്റന്മാർ 13,000 പേര് പോയിട്ടുണ്ട്. അപ്പൊ ഇത് 3 മേഖലകളിൽ മാത്രം പറയുന്നത്. ഇത് മാത്രമല്ല, പല മേഖലകളിലേക്കും പാകിസ്ഥാനിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണത്തിൽ, അതായത് ഉപജീവനാർത്ഥം തേടി പോകുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഒരു വർഷം പാകിസ്ഥാനിൽ നിന്ന് വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നവരുടെ എണ്ണം ഒരു വർഷം ഏതാണ്ട് 8 ലക്ഷത്തോളം പേർ വരുമെന്നുള്ളതാണ് മൊത്തത്തിലുള്ള കണക്ക്. നഴ്സുമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2011 മുതൽ 2024 ഏതാണ്ട് 10 വർഷത്തിലധികമുള്ള കണക്കാണ്. അത് വെച്ച് നോക്കുമ്പോൾ 2011 ഇപ്പോൾ നഴ്സിംഗ് രംഗത്തേക്ക് വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം 2144% വർദ്ധിച്ചത്. ഇരട്ടിയല്ലേ, 3, 4, 10, 15 ഇരട്ടിയോളം വർദ്ധിച്ചു എന്നുള്ളതാണ് കണക്ക്. അപ്പൊ എന്തുകൊണ്ട് ഈ പഠിച്ചിറങ്ങി തൊഴിൽ തേടി ആ രാജ്യ പുനർനിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട യുവാക്കൾ എന്തുകൊണ്ട് ആ രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ വ്യക്തമാണ്, അവരുടെ മുമ്പിൽ തന്നെയുണ്ട്. കാര്യം ആ രാജ്യം ഒരു വലിയ കടക്കണിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇപ്പൊ തന്നെ ആ രാജ്യം ദൈനംദിന ഭരണനിർവഹണ ചെലവുകൾക്ക് വേണ്ടിയിട്ട് ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായം വാങ്ങിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് തന്നെ. രാജ്യത്ത് വലിയ രീതിയിൽ പണപ്പെരുപ്പം നിലനിൽക്കുന്നു. ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായിട്ടുള്ള വേതനം കിട്ടുന്നില്ല. അപ്പോ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി, കുറച്ചുകൂടി മെച്ചപ്പെട്ട വേതനം, കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഇത് തേടിയാണ് ഈ യുവാക്കള് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കാര്യം. ഈ പോകുന്നവരില് എല്ലാവരും തൊഴിൽ തേടി പോകുന്നവരാണെന്നും കരുതരുത്. പാകിസ്ഥാനിൽ നിന്ന് വലിയൊരളവ് ഭിക്ഷാടകരും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വിവരം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സമീപ ദിവസങ്ങളിൽ വന്നിരുന്നു. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ പലതും വൻതോതിൽ പാകിസ്ഥാൻ സ്വദേശികളായിട്ടുള്ള ഭിക്ഷാടകരെ തിരിച്ച് അവരവരുടെ നാട്ടുകളിലേക്ക് മടക്കി അയച്ചു എന്നുള്ളതാണ് വിവരം. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇവർ പോകുന്നു, അതിന് ചില കണക്കുകൾ കൂടി പരിശോധിക്കാം. പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഈ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് 7.1%. 7%-ലധികമാണ്. അത് 21 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് നിലവിലുള്ളത്. കൂടാതെ ഏതാണ്ട് നിലവിൽ അവിടെ 80 ലക്ഷത്തോളം പേർ
തൊഴിൽ രഹിതരായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഒരു പണിയും ഇല്ലാതെ നിൽക്കുന്നവരുടെ എണ്ണം 80 ലക്ഷത്തോളം ഉണ്ട്. അവിടുത്തെ പണപ്പെരുപ്പ നിരക്ക് എന്ന് പറയുന്നത് 2023 38%. അത്ര ഭീകരമായ അവസ്ഥയിലാണ്. ഇപ്പൊ അതിൽ വലിയ മാറ്റം വന്നു. ഇപ്പൊ അതില് ഒരു 7% താഴെയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അതും തൃപ്തികരമായ ഒരു അവസ്ഥയിലല്ല. ഇനി കറാച്ചിയിൽ മാത്രം അവിടെ ആണ് ഏറ്റവും കൂടുതൽ ഈ ജോലി എടുക്കുന്നവർക്ക് ഏറ്റവും വലിയ വേതനം കിട്ടുന്ന സ്ഥലം കറാച്ചിയിലാണ്. അവിടെ ഉയർന്ന പദവിയിലുള്ള ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് പാകിസ്ഥാൻ കറൻസിയിൽ 87,000 രൂപയാണ്. എന്നാൽ മറ്റു പല ഇടങ്ങളില് അതേ പദവിയിൽ ഇരിക്കുന്ന മറ്റൊരാൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 44,300. പകുതിയിലധികത്തിന്റെ അന്തരമുണ്ട്. അപ്പൊ ഈ വ്യത്യാസം പലരെയും വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇനി ഈ ഡോക്ടർമാരടക്കമുള്ളവർ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണല്ലോ പറഞ്ഞത്. അവിടെ പാകിസ്ഥാനില് ഈ അപ്രന്റീസ് ആയിട്ട്, അതായത് തുടക്കക്കാരായ ഡോക്ടർമാർക്ക് കിട്ടുന്ന പരമാവധി ശമ്പളം എന്ന് പറയുന്നത് 67,500 പാകിസ്ഥാൻ കറൻസിയാണ്. അത് പൊതുവിൽ ഈ നിലവാരത്തിൽ വെച്ച് മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറഞ്ഞതാണ്. അപ്പൊ ഈ ഇത്തരം അടിസ്ഥാന കാരണങ്ങൾ മുൻനിർത്തിയാണ് പലരും രാജ്യം വിട്ടു പോകുന്നത്. പിന്നെ ആ രാജ്യത്തെ ഉള്ള അരക്ഷിതമായ ഭരണ സംവിധാനവും രാഷ്ട്രീയ സംവിധാനത്തിലെ അരക്ഷിതാവസ്ഥ എല്ലാം തന്നെ ആ രാജ്യം വിട്ടു പോകാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. ഇപ്പൊ അവിടെ വലിയ ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ നന്നാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മറ്റ് രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ സ്വദേശികളെ മടക്കിക്കൊണ്ടുവരണം എന്ന രീതിയിൽ പാകിസ്ഥാനിൽ വലിയ ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം അത് വിജയകരമാകും എന്നറിയില്ല. ഏതായാലും പാകിസ്ഥാനില് വിവരവും വിദ്യാഭ്യാസം ഉള്ളവർക്ക് നിക്കക്കള്ളി ഇല്ലാതെ അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി വരുമാനം കിട്ടണം എന്നുള്ള ബോധ്യത്തിൽ പലരും ആ നാട് വിട്ടു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അവിടെ സ്വസ്ഥമായി അല്ലെങ്കിൽ മികച്ച ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റിയ അനുകൂലമായ സാഹചര്യമല്ല എന്നുള്ളതാണ് അവിടുത്തെ ഈ കൊഴിഞ്ഞുപോക്ക്, അല്ലെങ്കിൽ ആ നാട് ഉപേക്ഷിച്ച് പലരും പോകുന്നതിൽ നിന്നും പൊതുവിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്.